നമസ്കാരം. അഭയാർത്ഥി വിഷയവുമായി ബന്ധപ്പെട്ട് വരുത്തുന്ന പ്രധാന പരിഷ്കരണങ്ങളുടെ ഭാഗമായി അഭയം നൽകുന്നവർക്ക് ബ്രിട്ടനിൽ താൽക്കാലിക താമസത്തിന് മാത്രമായിരിക്കും അവകാശമെന്ന നിയമം ഉണ്ടായിരിക്കും. ഇത് സംബന്ധിച്ച കൂടുതൽ പ്രഖ്യാപനങ്ങൾ തിങ്കളാഴ്ച ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അനധികൃത കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനോടുള്ള ആകർഷണം കുറയ്ക്കുന്നതിനും എളുപ്പത്തിൽ നാടുകടത്തൽ സാധ്യമാക്കുന്നതിനുമായി ഡെൻമാർക്കിലെ കുടിയേറ്റ നിയമത്തിന്റെ മാതൃകയിലാണ് പുതിയ നിയമം ചിട്ടപ്പെടുത്തുന്നത്. ഡെൻമാർക്കിലെ നിയമം അനുസരിച്ച് അഭയാർത്ഥികൾക്ക് അവരുടെ അപേക്ഷ അംഗീകരിച്ചാൽ താൽക്കാലികമായി മാത്രമേ ഡെൻമാർക്കിൽ താമസിക്കാൻ കഴിയുകയുള്ളൂ. അവരുടെ രാജ്യം സുരക്ഷിതമാണെന്ന് ഉറപ്പായാൽ തിരികെ പോകേണ്ടതായും വരും. ഡെൻമാർക്കിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കണമെങ്കിൽ അഭയം ലഭിച്ച അഭയാർത്ഥികൾക്ക് പൂർണ്ണ സമയ ജോലിയിൽ ഏർപ്പെടേണ്ടതായും ഉണ്ട്. മാത്രമല്ല, അതിനായി രാജ്യത്ത് താമസിക്കേണ്ട കാലപരിധി വർദ്ധിപ്പിക്കുകയും ചെയ്തു. കുടുംബത്തെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കർശനമാണ്. ഡെൻമാർക്കിൽ അഭയാർത്ഥിയായി വന്ന വ്യക്തിക്കും പങ്കാളിക്കും 24 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ പങ്കാളികളെ കൂടെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, തൊട്ടു മുൻപത്തെ 3 വർഷക്കാലം അപേക്ഷകൻ ഒരു ക്ഷേമ പദ്ധതിയുടെയും ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരിക്കാൻ പാടില്ല. രണ്ടുപേരുടെയും ചെലവുകൾക്കായുള്ള സമ്പത്തുണ്ടെന്ന് ബോധ്യപ്പെടുത്തണം എന്നും മാത്രമല്ല, അപേക്ഷകനും പങ്കാളിയും ഡാനിഷ് ഭാഷാ പരീക്ഷ പാസ്സായിരിക്കുകയും വേണം. നിലവിലെ ബ്രിട്ടീഷ് നിയമം അനുസരിച്ച് അഭയം ലഭിക്കുന്ന വ്യക്തി 5 വർഷക്കാലം ബ്രിട്ടനിൽ തുടരുകയാണെങ്കിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈനറായി അപേക്ഷിക്കാം. അത് ലഭിക്കുന്നത് പൗരത്വത്തിലേക്കുള്ള ആദ്യ പടിയാണ്. അതിനു പകരമായി അഭയാർത്ഥികൾക്ക് താൽക്കാലിക താമസം മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന നയമായിരിക്കും ഹോം സെക്രട്ടറി ഷബാന മെഹ്മൂദ് കൊണ്ടുവരിക. മാത്രമല്ല, കൃത്യമായ ഇടവേളകളിൽ ഇത് പുനഃപരിശോധിക്കുകയും ചെയ്യും. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ടാൽ ഉടനടി തിരിച്ചയക്കുകയും ചെയ്യും. മെഹ്മൂദ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മറ്റ് മാറ്റങ്ങളിൽ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ചില നയങ്ങളും ഉണ്ടാകുമെന്നും അറിയുന്നു. കുടിയേറ്റക്കാരുടെ കേസുകൾ പരിഗണിക്കുമ്പോൾ അവരുടെ കുടുംബവുമായി താമസിക്കാനുള്ള അവകാശത്തിനേക്കാൾ പ്രാധാന്യം പൊതുസുരക്ഷയ്ക്ക് ജഡ്ജിമാർ നൽകണം എന്നതാണ് അതിലൊന്ന്. സ്വന്തം നാടുകളിൽ അവർ പീഡനം അനുഭവിക്കേണ്ടി വരും എന്നതിനേക്കാളേറെ ബ്രിട്ടന്റെ രാജ്യം സുരക്ഷിതമായിരിക്കണം. അതാണ് ഇപ്പോൾ നിലവിൽ പ്രാധാന്യം നൽകുന്ന കാര്യം. അതേസമയം അനധികൃത കുടിയേറ്റത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ബ്രിട്ടനിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചിരുന്നു. അനധികൃത കുടിയേറ്റത്തിനെതിരെ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് പോലെ കർശന സമീപനം ബ്രിട്ടൻ സ്വീകരിച്ചില്ലെങ്കിൽ ബ്രിട്ടൻ തന്നെ ബാക്കിയുണ്ടാവില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറ്റക്കാർ എത്താത്ത സാഹചര്യം സൃഷ്ടിക്കാൻ തന്റെ കുടിയേറ്റ നയങ്ങൾക്ക് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. അനധികൃതമായി എത്തിയ കുടിയേറ്റക്കാരെ ബ്രിട്ടൻ ഉടനടി തിരിച്ചയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. GB ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. കുടിയേറ്റത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സംഭാഷണത്തിനിടയിൽ പണപ്പെരുപ്പത്തേക്കാൾ ഗുരുതരമായ വിഷയം കുടിയേറ്റമാണെന്നാണ് ട്രംപ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അനധികൃത കുടിയേറ്റക്കാരെ എത്രയും പെട്ടെന്ന് നാട് കടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. 1-2 വർഷങ്ങൾക്ക് മുൻപ് വരെ ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു അമേരിക്കൻ അതിർത്തികളിലൂടെ നുഴഞ്ഞു കയറിയതെന്ന് ഓർമ്മിപ്പിച്ച ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ 6 മാസക്കാലമായി ആരും എത്തിയിട്ടില്ലെന്നും പറയുന്നുണ്ട്.